തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തെന്നല ഗ്രാമപഞ്ചായത്ത് നിലവിൽ 19 വാർഡുകളാണുള്ളത്. ആ 19 വാർഡിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ 2 ബ്ലോക്ക് ഡിവിഷനും 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് തെന്നല പഞ്ചായത്തിലുള്ളത്. നിലവിൽ നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 90% നോമിനേഷനുകളും സമർപ്പിക്കപ്പെട്ടു. ഇനി നാളെ രാവിലെ ഉച്ചക്കകം പൂർണ്ണമായി നോമിനേഷൻ പൂർത്തീകരിച്ച് ഇലക്ഷൻ നടപടിക്രമങ്ങളിലേക്ക് പഞ്ചായത്ത് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ തെന്നല പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടു കൂടി 19 സീറ്റിലും വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് നിലവിൽ ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ പഞ്ചായത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും UDF സംവിധാനത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ഏകപക്ഷീയമായിട്ട് UDF തരംഗം തന്നെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടാറ്. പക്ഷേ ചില സമയങ്ങളിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ടൈറ്റ് ഉണ്ടെങ്കിൽ പോലും ആ സമയത്തും അവസാനം മുസ്ലിം ലീഗാണ് ഭരണത്തിൽ വരാറ്. ഈ തവണ കഴിഞ്ഞ തവണ 17 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഈ തവണ 19 വാർഡുകളാണ്. ആ 19 വാർഡിലും UDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഞങ്ങൾ ആ ഒരു വിജയ പ്രതീക്ഷയിലൂടെ ഇങ്ങനെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒന്ന് നിലവിൽ തെന്നല ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കും. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനം, ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം 100% പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുക്കിപ്പാറം പാർക്കുള്ള ഒഴിവ് റോഡായി. ആ ഒഴിവ് റോഡിന്റെ പണി തുടങ്ങാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ അതിന്റെ പണി ആരംഭിക്കാൻ പോകുന്ന തരത്തിലേക്ക് എല്ലാ നടപടികളും പൂർത്തിയായി. കോൺട്രാക്ട് വർക്ക് എടുത്തു. അതിന്റെ പ്രവർത്തികളാണ് വരെ നിർവഹിക്കപ്പെട്ടു. അപ്പോൾ പുക്കിപ്പറമ്പ് ടു തറയിൽ ഒഴിയൂർ വരെ 100% റബ്ബറൈസ് ചെയ്ത റോഡായി ഇവിടെ മാറാൻ പോകും. അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ജലനിധി പദ്ധതിയിലൂടെ 100% അതായി കഴിഞ്ഞു. പിന്നെ ആരോഗ്യരംഗത്ത് തെന്നലയിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്, ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്. തെന്നലയെ ഈ ആരോഗ്യ മേഖലയിലെ സമഗ്രമായ മാറ്റങ്ങൾ ആ തലത്തിൽ തെന്നലക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, തെന്നല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഞ്ചായത്തിന്റെ പ്രാദേശികമായിട്ടുള്ള ഓൺ ഫണ്ടിന്റെ ലഭ്യത കുറവ് നമുക്കുണ്ട്. സർക്കാർ തരുന്ന പ്ലാൻ ഫണ്ട് അത് കൃത്യമായി വിനിയോഗിക്കപ്പെടുകയും അത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കാല ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർ പ്രവർത്തനം തന്നെ ഈ ഭരണസമിതിയും നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പുതിയ കാലം നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ കാലത്ത് പുതിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ഒന്ന്, ഞങ്ങളെപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് പുതിയ കാലം ജെൻസി കാലഘട്ടം. അപ്പൊ പുതിയ ജനറേഷന്റെ നോളജിയും പഴയ ജനറേഷന്റെ എക്സ്പീരിയൻസും, അപ്പൊ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാൻ വേണ്ടി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ആരോഗ്യ മേഖല. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ പൂർണ്ണമായും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ആ മുന്നോട്ട് പോയി കഴിഞ്ഞ സമയത്ത് ആരോഗ്യ മേഖലയിൽ മലപ്പുറത്തിന്റെ ലിറ്ററസി ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകും. ഒന്ന്, ഒരു 40 വയസ്സായ യുവാവിന്റെ ആരോഗ്യം എടുത്ത് പരിശോധിച്ചാൽ അവന് ജീവിതശൈലി രോഗങ്ങൾ പ്രതിമുട്ടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ പഞ്ചായത്തിൽ മാത്രം ഞങ്ങളെ കണക്ക് പ്രകാരം ഇവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മാത്രം ഏകദേശം 70ഓളം ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും ഈ പഞ്ചായത്തിനകത്ത് രജിസ്റ്റർ ചെയ്തതുണ്ട്. അപ്പോ ഈ കിഡ്നി രോഗികൾക്ക് ആശ്വാസമാകുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് പകരം ഇത് വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, പുതിയ കാലത്തെ കുട്ടികൾ ആരോഗ്യശീലമുള്ളവരായി ഒരു ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്ന കുട്ടികളാക്കി മാറ്റുന്ന തലത്തിലേക്ക്, കലാകായിക മേഖലയിൽ അവർക്ക് മികവ് പുലർത്തുന്ന തരത്തിലേക്ക് അവർ മാറ്റിയെടുക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ ഞങ്ങൾ മനസ്സിലുണ്ട്. പക്ഷെ ഈ ലഭ്യമാകുന്ന പഞ്ചായത്തിന്റെ നോംസ് അനുസരിച്ച് നൽകുന്ന ഫണ്ടിൽ അതിൽ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞങ്ങളതായ കഴിവുകൾ ഞങ്ങൾ അധികാരത്തിൽ വരും, അന്ന് നടപ്പിലാക്കും. അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ഒരു കളിസ്ഥലമാണ് പ്രധാനമായിട്ടുള്ളത്. ആ കളിസ്ഥലത്തിനെ കുറിച്ച് കുട്ടികളൊക്കെ പോയി നമ്മളൊക്കെ പോകുന്ന സമയത്ത് പ്രതീക്ഷയുണ്ട്, കളിസ്ഥലം വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തെന്നലയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെതായിട്ട് 1 സെന്റ് സ്ഥലം പോലും പഞ്ചായത്തിന്റെ ആസ്തിയിലില്ല. 12 സെന്റ് സ്ഥലം മാത്രമേ കർത്താന്റെ മുകളിൽ റവന്യൂ ഭൂമിയിട്ടുള്ളത്. ആ 12 സെന്റ് സ്ഥലത്ത് ഇപ്പൊ തൽക്കാലം ഞങ്ങൾ കളിസ്ഥലം ആയി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഭരണസമിതി അത് കുട്ടികൾക്ക് കളിസ്ഥലമാക്കി കൊടുക്കാൻ വേണ്ടി സർക്കാരിലേക്ക് അപേക്ഷ അയച്ചു. സർക്കാരിനോട് പറഞ്ഞു ആ കളിസ്ഥലം ആക്കി കുട്ടികൾക്ക് റെന്റിന്, നമ്മൾ ഈ LSTD ഡിപ്പാർട്ട്മെന്റാണ് പഞ്ചായത്ത്. അപ്പൊ LSTD ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കത്തയച്ചു.
ആ സ്ഥലം 12 14 സെന്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് അത് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു. അതിനു വേണ്ട പഞ്ചായത്ത് എന്ത് ചെയ്യാം, സർക്കാരിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ റെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും കേരള സർക്കാർ ഇവിടുത്തെ കുട്ടികളോട്, ഇവിടുത്തെ യുവാക്കളോട്, ഇവിടുത്തെ എന്താ പറയാ കായിക പ്രേമികളോട് ഒരു ഒരു മുഖം തിരിഞ്ഞ സമീപനമുണ്ടായി. സർക്കാർ അതിന് പകരം, ആ കളിസ്ഥലത്തിന് പകരം ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് ഒരു വില്ലേജ് ഓഫീസാണ്. ഞങ്ങൾ പറഞ്ഞു വില്ലേജ് ഓഫീസ് വേണം, വേണ്ട എന്നല്ല. ആ വില്ലേജ് ഓഫീസിന് തൊട്ടപ്പുറത്ത് കണ്ടഞ്ചിറ പറമ്പിൽ നാഷണൽ ഹൈവേ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിന് ചെറിയ ഭാഗം പോയപ്പോൾ ആ സൈഡിൽ 50 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസിന് അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഫയല് സെക്രട്ടേറിയറ്റിലുണ്ട്. സെക്രട്ടേറിയറ്റിൽ PW ഡിപ്പാർട്ട്മെന്റ് ഫയൽ ഇപ്പോൾ ഇങ്ങനെ അതിന് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഫയല് തീരുമാനമാക്കി അവിടെ വില്ലേജ് ഓഫീസ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടുത്തെ CPM-കാരും ഇടതുപക്ഷക്കാരും ഈ കുട്ടികളെ കളിസ്ഥലം പോകാൻ വേണ്ടി ശ്രമം നടത്തി. കാരണം അവരുടെ ഫേസ്ബുക്ക് വാളിലൊക്കെ അത് വലിയ സംഭവമായിട്ട് കണ്ടെത്തി. അങ്ങനെ ഇവിടെ സ്മാർട്ട് വില്ലേജ് ഞങ്ങൾ എതിരല്ല, പക്ഷെ ആ കുട്ടികളുടെ കളിസ്ഥലം മുടക്കിയിട്ട് ഒരു സ്മാർട്ട് വില്ലേജ് വരുന്നതോട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുഖ്യ പരിഗണന നമ്മളൊരു മോഹന വാഗ്ദാനങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് നൽകുമെന്ന് പറഞ്ഞ കാര്യമില്ല, ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഞങ്ങളൊരു അതിനുശേഷം ഞങ്ങൾ ടെൻഡർ പഞ്ചായത്ത് ഒരു വില കൊടുത്തിട്ട് ഇത് കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സ്ഥലം കളക്ട് ചെയ്യാനൊന്നും പഞ്ചായത്തിന്റെ കയ്യിൽ സാമ്പത്തിക ശേഷിയില്ല. അപ്പൊ മറ്റുള്ള പൊതുജനങ്ങൾ ക്ലബ്ബുകളെയൊക്കെ സമീപിച്ച്, കാരണം ഞങ്ങൾ ഈ ഭിന്നശേഷിക്കാർക്ക് ഒരു കെട്ടിടം വേണം, ബിൽഡിംഗ് വേണം, സ്കൂൾ വേണം ആവശ്യത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് 55 ലക്ഷം രൂപ സംഘടിപ്പിച്ച് കഴിഞ്ഞ ഭരണസമിതി സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പൊതുജനങ്ങൾ എന്തിനും തയ്യാറാണ് വികസനത്തിന്. അപ്പൊ അത്തരം ആളുകളുമായി ഞങ്ങൾ സഹകരിച്ച്, പ്രത്യേകിച്ച് പിന്നെ ഇവിടുത്തെ 1-2 ക്ലബ്ബുകളുണ്ട്, ആളുകളുമായി സഹകരിച്ച് ഞങ്ങളൊരു കളിസ്ഥലം പ്രൈവറ്റ് വാങ്ങി പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് കൂട്ടമായ രീതിയിൽ ഒരു ശ്രമം നടത്തും. അതല്ലെങ്കിൽ കണ്ടഞ്ചിറ പറമ്പ് തന്നെ അത് നാഷണൽ ഹൈവേ ആണ്, അത് എങ്ങനെ കളക്ട് ചെയ്യാൻ ഒരു ശ്രമം നടത്തും. ഇതൊക്കെ ശ്രമം നടത്തി നടപ്പിലാക്കുന്ന ശ്രമത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നും മാത്രം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. തെന്നല ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ചെയ്തിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. പ്രധാനമായും നമുക്കറിയാം നമ്മുടെ ഈ ജലനിധി പദ്ധതി. ഈ ജലനിധി പദ്ധതിയുടെ തുടക്കത്തിൽ തെന്നല, ഒഴിയൂര്, പെരുമണ്ണ ഈ 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ 3 പഞ്ചായത്തുകൾക്കും ഗുണം കൂട്ടുന്ന തരത്തിലേക്ക് ഒരു മൾട്ടി GP പദ്ധതിയാണ് ഈ അന്നത്തെ UDF ഗവൺമെന്റ് PK അബ്ദുൾ വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത്, അദ്ദേഹം ഈ മണ്ഡലത്തിന്റെ MLA ആയിരുന്നു. ആ സമയത്താണ് ജലനിധി പദ്ധതി വരുന്നത്. പെരുമ്പൊയിൽ നിന്നും വെള്ളം ശേഖരിച്ച് കോയിച്ചന RAF ഗ്രൗണ്ടിൽ 40 സെന്റ് സ്ഥലത്ത് ടാങ്കി കെട്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 3 പഞ്ചായത്തുകൾക്ക് ഒരു ടാങ്കിയിലേക്ക് വെള്ളം വന്നു. അതിനുശേഷം മറ്റു പഞ്ചായത്തുകളിൽ പെരുമണ്ണയ്ക്ക് സെപ്പറേറ്റ് വേറെ ടാങ്ക്, ഒഴിയൂരിന് വേറെ ടാങ്ക്, തെന്നലക്ക് വേറെ ടാങ്ക്, അങ്ങനെ 3 പഞ്ചായത്തിലേക്ക് 3 ടാങ്ക് ആക്കി അവിടുന്ന് മെയിൻ ടാങ്കിൽ നിന്നും ഈ ടാങ്കിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവിടുന്ന് പ്രാദേശികമായി ഗുണഭോക്താക്കളെ കൊണ്ടുപോയ സംവിധാനമാണ് ഉദ്ദേശിച്ചത്. ആ സമയത്ത് തെന്നല പഞ്ചായത്തിന് ടാങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തെന്നലയിലെ കറുത്താന്റെ മുകളിൽ അവിടെ ഒരു പൊതുശ്മശാനത്തിന്റെ അടുത്ത് കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. അവിടെ ടാങ്ക് നിർമ്മാണം ആരംഭിച്ച് ഏകദേശം അതിന്റെ ഈ പില്ലറിന്റെ കുഴി കുത്തുന്ന ഇടയിൽ, ആ സ്ഥാപിക്കുന്ന ഇടയിൽ അന്നത്തെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെട്ടി ഒരു ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ വ്രണപ്പെടുന്ന തരത്തിലേക്ക് ഹിന്ദുക്കളുടെ ശ്മശാനം കയ്യേറി ടാങ്ക് നിർമ്മിക്കുന്നു എന്ന വ്യാജേന ആ ടാങ്കിന്റെ അവിടെ പോയി സമരം നടത്തി ആ ടാങ്ക് തെന്നലയിൽ ഇല്ലാതാക്കാൻ ശ്രമമാണ് CPM നടത്തിയത്. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മുതലെടുപ്പാണ് വികസനം. ആ രാഷ്ട്രീയ മുതലെടുപ്പോട് കൂടി നമുക്ക് നഷ്ടപ്പെട്ടത് എന്താ? തെന്നലയിൽ ഒരു ജലനിധി ടാങ്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രയാസമുണ്ട്. ഇപ്പോ ആ ജലനിധി ടാങ്കിന് വേണ്ടി സ്ഥലം കിട്ടാഞ്ഞിട്ട് ജലനിധി മറ്റൊരു സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പണം കൊടുത്തു. ഇതുവരെ രജിസ്ട്രേഷൻ നടപടി കുറി കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് അതിന്റെ ഈ ഫെയർ വാല്യൂമായി ബന്ധപ്പെട്ട ഇഷ്യൂകൾ ഇപ്പോഴും അങ്ങനെ നിൽക്കുക. അപ്പൊ ഒന്നാമത്തെ ഒരു വിഷയം ഒരു വികസനത്തിന്റെ തടസ്സം നിന്നത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടും ഇതൊക്കെ തരണം ചെയ്ത് ഓവർകം ചെയ്തിട്ടാണ് ഇപ്പൊ തെന്നലയിൽ ഒഴിയൂരിനെ പോലെ പെരുമണ്ണയെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വീട്ടിലും ഈ ജലനിധി വെള്ളം എത്തിക്കുക. ഇപ്പോ 1-2 ദിവസങ്ങൾ വെള്ളം കൊടുക്കാൻ നമുക്ക് ആ ടാങ്ക് അവിടെ പൂർണ്ണമായാൽ എല്ലാ ദിവസവും നമ്മളെ ഗുണഭോക്താക്കൾ വെള്ളം കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അതിന് തടസ്സുന്നത് ഈ ഇടതുപക്ഷക്കാരാണ്. രണ്ടാമത്തെ വിഷയം പൂക്കിപ്പറമ്പ് അറക്കളൂർ. ഇപ്പൊ ഈ പ്രധാനപ്പെട്ട റോഡാണ് പൂക്കിപ്പറമ്പ് അറക്കൾ. പൂക്കിപ്പറമ്പ് തുടങ്ങി ഏകദേശം ഒഴൂര് എന്ന് പറയുന്ന പഞ്ചായത്ത് അവസാനിക്കുന്ന റോഡാണ്.
4.700 കിലോമീറ്റർ, 4 കിലോമീറ്ററിന്റെ അടുത്ത് ആ റോഡുണ്ട്. ആ റോഡ് റബ്ബറൈസ്ഡ് ചെയ്യുന്നു. അത് PWD റോഡല്ല. നമ്മൾ PWDക്ക് വേണ്ടി ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയെങ്കിൽ ഇപ്പോ പഞ്ചായത്ത് റോഡുകൾ PWD ഏറ്റെടുക്കുക. 2011 ശേഷം PWD ഏറ്റെടുക്കാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കാം. അത് 8 മീറ്റർ ആക്കാനുള്ള ശ്രമം നടത്തി 8 മീറ്റർ ആക്കി കൊടുത്താൽ അത് ചെയ്യാമെന്ന് പറയുകയും നമ്മൾ അതിന് വേണ്ട സ്ഥലം കളക്ടർ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ റോഡ് PK അബ്ദുൾ റബ്ബ് MLA ആയ സമയത്ത് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചു. ഈ മണ്ണാർപ്പടിയിൽ നിന്ന് തുടങ്ങി അത് ആലിങ്ങൽ ഇല്ലിക്കൽ പള്ളി വരെയായിരുന്നു അതിന്റെ പദ്ധതി അല്ലെങ്കിൽ ഫണ്ട് നീക്കി വെച്ചത്. ആ പണി തുടങ്ങിയ സമയത്ത് അത് തടസ്സപ്പെടുത്താൻ ഇന്ന് മത്സരിക്കുന്ന ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു വ്യക്തി അത് തടസ്സപ്പെടുത്താൻ വേണ്ടി പരാതി കൊടുത്തു മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ അതിന്റെ കോപ്പി ഞങ്ങൾ കയ്യിലേക്ക് തരാം, എന്റെ കയ്യിലുണ്ട്, കാണിപ്പം തരാം. അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ ഒരു അപ്രസക്തമായ വാക്കുകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു പരാതി കൊടുത്ത് എന്താ അദ്ദേഹത്തിന്റെ ഉദ്ദേശം? അത് കാരണം ആ റോഡിന്റെ പണി 6 മാസം തടസ്സപ്പെട്ടു. ആ പരാതി കൊടുക്കുന്നത് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? പരാതി കൊടുക്കുന്നത് എപ്പോഴാണ്? പണി ഈ 1-ാം ഘട്ടത്തിൽ അതിന്റെ JCB കൊടുന്ന് ഈ റോഡിന്റെ ടാറിങ് നീക്കി അതിനുശേഷം ഈ കോറിമേക്കും മറ്റേത് ഡംപ് ചെയ്യുന്ന സമയത്ത് പറയുമ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായി. അത് തരണം ചെയ്ത് ആ റോഡ് പണി പൂർത്തീകരിച്ചു. പക്ഷെ ഇപ്പോഴും ആ കോൺട്രാക്ടർക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, കാപ്പ് ജലസേചന പദ്ധതി എന്ന പദ്ധതിയുണ്ട്. ചന്ദലക്കാർക്ക് വളരെ ഗുണം കിട്ടുന്ന ഈ കൊടക്കല്ല് മുതൽ വെസ്റ്റ് ബസാർ വരെ നീണ്ടു നിൽക്കുന്ന പാടശേഖരത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു ജലസംഭരണിയുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുവദിച്ച പദ്ധതിയാണ്. 2016 കാപ്പ് ജലസേചന പദ്ധതി നമുക്ക് അനുവദിക്ക് കിട്ടുന്നത്. അന്നത്തെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട ആ കാപ്പ് ജലസേചന പദ്ധതിക്ക് അനുവദിക്കപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ സർക്കാർ. അപ്പൊ തെന്നല ഗ്രാമപഞ്ചായത്തിന് തൊട്ടപ്പുറത്തുള്ള വില്ലേജ് ഓഫീസിൽ അതിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട FMB എടുത്ത് നമ്മൾ പരിശോധിച്ചു. ആ FMB പ്രകാരം അവിടെ ഇത്ര സെന്റ് സ്ഥലം അവിടെ ഉണ്ട് എന്ന് FMB പ്രകാരം കണ്ടെത്തുകയും ആ സ്ഥലത്തിന് ഈ കാപ്പ് ജലസേചന പദ്ധതി നടപ്പിലാക്കാൻ എത്ര രൂപ തുക വേണമെന്ന് അതിന്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിനനുസരിച്ച് 3.5 കോടി രൂപ സർക്കാർ എന്ത് ചെയ്തു? ഫണ്ട് അനുവദിക്കപ്പെട്ടു കാപ്പ് ജലസേചന പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടി. കാപ്പ് ജലസേചന പദ്ധതി പൂർത്തീകരണം സർക്കാർ ഫണ്ട് അനുവദിക്കപ്പെടുകയും ആ ഫണ്ട് അനുവദിച്ചതിന് ശേഷം അതിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു. അതിന്റെ AIC കിട്ടി, TSC കിട്ടി, ടെൻഡർ നടപടിയിലേക്ക് പോയി ടെൻഡർ ഇടാൻ വേണ്ടി നിൽക്കുക. 3.5 കോടി ടെൻഡർ ഇടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു സഖാവ്, തെന്നല പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞ ശരിയല്ലോ, രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ മുതലെടുപ്പാവണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്ത വേണ്ട. ഈ തെന്നല പഞ്ചായത്തിൽ 16-ാം വാർഡിൽ മത്സരിച്ച് ജയിച്ച ഒരു സഖാവ്, ആ സഖാവ് ഈ കാപ്പ് ജലസേചന പദ്ധതി ടെൻഡർ നിർത്തി വെക്കണമെന്ന്, അതിന്റെ കോപ്പിന്റെ കയ്യിലുണ്ട് കേട്ടോ പരാതി. കാപ്പ് ജലസേചന പദ്ധതി ടെൻഡർ നടപടി നിർത്തി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കണം. എന്തിനാണ് പരാതി കൊടുത്തത്? അവിടെ ഇപ്പൊ സർക്കാർ വില്ലേജിന്റെ FMBയിലുള്ള സ്ഥലമല്ല, അവിടെ ഒരുപാട് സ്ഥലം ആളുകൾ കയ്യേറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കയ്യേറിയ സ്ഥലം ആദ്യം തിരിച്ചു പിടിച്ചിട്ട് മതി ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കാൻ. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തെ റിക്വസ്റ്റ് ചെയ്തു. റിക്വസ്റ്റ് മീൻസ് സാർ, നമ്മള് മാന്യമായി ഒരുപാട് സംസാരിച്ചു. MLA സംസാരിക്കാൻ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഇപ്പൊ പരാതി കൊടുക്കില്ലേ, 3.5 കോടി ഉണ്ട്, നമ്മൾ ആദ്യം പദ്ധതി നടപ്പിലാക്കുക 3.5 കോടി വെച്ചിട്ട്. എന്നിട്ട് ആ പണി കഴിഞ്ഞ് ഇതിന്റെ ഘട്ടം നമ്മൾ 2-ാം ഘട്ടത്തിൽ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യും? മറ്റേ സ്ഥലം തിരിച്ചു പിടിക്കാൻ സംവിധാനം ചെയ്യാം. ഇത് നിങ്ങളിപ്പോൾ ചെയ്താൽ ഇത് റീസർവേ ചെയ്ത് വരുമ്പോഴേക്കും എന്ത് ചെയ്യും? വർഷങ്ങളെടുക്കും. 2016 അനുവദിക്കപ്പെട്ട ആ പദ്ധതി ഇപ്പൊ 2025 ആയിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതുവരെ അത് റീസർവ് ചെയ്ത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രിയപ്പെട്ട സഖാവ്, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യും? അത് സർക്കാരിന്റെ. അപ്പൊ ഞാൻ ഇപ്പോ അതിന്റെ എസ്റ്റിമേറ്റ് നോക്കിയപ്പോ അന്ന് വില്ലേജിന്റെ FMB പ്രകാരം നമ്മൾ അനുവദിക്കപ്പെട്ട തുക 3.5 കോടി മതി സർക്കാർ. ഇപ്പൊ ആ വില്ലേജിൽ FMB പ്രകാരം അത് 8 കോടി രൂപയുടെ പണി പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പൊ 5 കോടി ഇപ്പൊ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു, അധികം വാങ്ങേണ്ടി വന്നു. ആ പദ്ധതി പോലും നമുക്ക് നഷ്ടപ്പെടുത്തി അല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് അന്വേഷിക്കുക. മൂന്നാമത്തെ ഒരു പരാതി, ആദ്യം പറഞ്ഞത് മണ്ണാർപ്പടി ടു ആലിങ്ങൽ വരെയാണ് BMC. ഇപ്പോ നമ്മുടെ വെസ്റ്റ് ബസാർ തറയിലിന്റെ ഒരു മുസ്ലിയാർപ്പടി എന്ന് പറയുന്ന സ്ഥലത്തും തുറക്കൽ വരെ 2 കോടി രൂപ വീണ്ടും MLAയുടെ ശ്രമഫലമായിട്ട് നമുക്ക് BMC ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്.
അത് ഈ പൊക്കിപ്പറമ്പ് തുടങ്ങിയിട്ടാണ് ഞാൻ അതാ പറഞ്ഞത്. അതിന്റെ പണി ഏകദേശം നമ്മൾ തന്നാൽ 100% റോഡിന്റെ പണി പൂർത്തിയാകാൻ പോകുമെന്ന് പറയാൻ കാരണം അതാ. ഏകദേശം അതിന്റെ നടപടികൾ പൂർത്തിയായി മുന്നോട്ട് പോവാണ്. അപ്പൊ ആ ഒരു വർക്ക് MLA ശ്രമം കിട്ടി, അത് AIC കിട്ടി, TSC കിട്ടി, ടെൻഡർ നടപടികൾ കഴിഞ്ഞു. PMR എന്ന് പറയുന്ന നല്ലൊരു പ്രഗത്ഭരായ ഒരു കോൺട്രാക്ടേഴ്സ് ടീം അത് വർക്ക് ടെൻഡറിൽ കോട്ട് ചെയ്തു, അവർക്ക് വർക്ക് കിട്ടി, അവർ എഗ്രിമെന്റ് വെച്ചു, അവർ പണി തുടങ്ങാൻ വേണ്ടി അതിന്റെ ലെവൽസ് ഒക്കെ എടുത്തു നിൽക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട ഒരു സഖാവ് അദ്ദേഹം ഊക്കിപ്പറമ്പ് മുതൽ തറയിൽ ഒയൂർ വരെയുള്ള റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡാണ്. ഞാൻ അതിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച സമയത്ത് ഏകദേശം ഊക്കിപ്പറമ്പ് ടു അറക്കൽ വരെ 6 മീറ്റർ 6 മീറ്റർ ഉണ്ട്. അറക്കൽ മുതൽ തുറക്കൽ വരെ 8 മീറ്റർ മിനിമം ഉള്ള റോഡാണ്. ആ റോഡ് ഈ പറയുന്ന സഖാവിന്റെ സ്ഥലം കയ്യേറിയതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത് ഓവർസിയർ AE, അതേപോലെ തന്നെ AIC അടക്കമുള്ള ഉദ്യോഗസ്ഥർ പരാതി കൊടുത്തു. അപ്പൊ ഈ ഉദ്യോഗസ്ഥരും പേടിച്ചു, കോൺട്രാക്ടറും പേടിച്ചു. ഞങ്ങൾക്ക് 2 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പേടി ഉണ്ടാവുമല്ലോ, ഫണ്ട് തിരിച്ചു. അപ്പൊ അവര് പേടിച്ചിട്ട് അവർ ചോദിച്ചപ്പോ അവര് ഈ വർക്ക് എടുക്കാൻ വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും സംസാരിച്ചു, ഇയാളുടെ സംസാരിച്ച് നിങ്ങൾ പരാതി പിൻവലിക്കണം. കാരണം അത് റോഡിന്റെ വിഷയത്തിൽ നിങ്ങൾ റോഡ് കയ്യേറിയത് ആ ഭാഗം ഒഴിവാക്കാം, എന്നിട്ട് അവിടെ വർക്ക് നടക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പരാതി പിൻവലിക്കാൻ തയ്യാറായില്ല. ഈ റോഡുമായി ബന്ധപ്പെട്ട് അന്ന് പരാതി കൊടുത്തിട്ടുണ്ട് ഇവർ. ആ പരാതി എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതിയിൽ എക്സ്പാർട്ടി വിധിയായിട്ടുണ്ട്. കാരണം ഇയാൾ ആ കോടതിയിൽ പോകാത്തത് കൊണ്ടും പരാതി കൊടുത്ത് തിരിച്ചു പോകുന്നപ്പോൾ കോർട്ടിഫൈ അടക്കാത്തത് കൊണ്ടും ആർക്ക് അനുകൂലമായി വിധി വന്നു, ഈ റോഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അത് ആ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, അത് കക്ഷി രാഷ്ട്രീയം ജാതി ഒന്നും ഇവിടെ ഇല്ല, അത് ഒറ്റക്കെട്ടാണ്. തെന്നലയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. അതിൽ ഒരുപാട് CPM-കാർ നമ്മൾ സഹകരിക്കും. CPM ഇതിൽ കുറ്റം പറയാൻ കഴിയില്ല, ഞങ്ങൾ പറയാം. CPM നമ്മൾ സഹകരിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്. ഈ നാടിനെ വികസനം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ ഞങ്ങളെ കൂടെ ഈ വിഷയത്തിലുണ്ട്. അപ്പൊ ആ ഇതുമായി ഇയാൾ കൊടുത്ത പരാതി ഇപ്പൊ നിലനിൽക്കുക, കോടതിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പരാതി കാരണം ഈ റോഡിന്റെ പണി ഇങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ മീൻസ് ലീഗല്ല, UDF അല്ല, ജനങ്ങൾ, നാട്ടുകാരൊരു കാര്യം, ഞങ്ങൾ ആ റോഡുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കോൺട്രാക്ടർ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തു, ഉദ്യോഗസ്ഥന്മാർ കാര്യം പറഞ്ഞു. അത് തടയപ്പെട്ടാലും അവർക്ക് നഷ്ടം ഞങ്ങൾ വെച്ച് കൊടുത്തിട്ട് റോഡ് പണി പൂർത്തീകരിക്കും. അപ്പൊ ഞങ്ങൾ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നത്, ഇത് ഒരു വികസനം ഒരു കൊണ്ടുവരുന്നത് UDF ആണ് എന്ന് വിചാരിച്ച് വികസനം മുടക്കുന്ന ഈ പ്രവണത എന്ന് അവസാനിപ്പിക്കുന്നു പോകും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് നൽകുന്ന ആളുകളെ എന്നും ഒറ്റപ്പെടുത്തുന്നു പോകും. അന്ന് ഈ നാട് നന്നാവും. ആ റിക്വസ്റ്റ് കൂടി ഞങ്ങൾക്ക് നിങ്ങൾ കേൾക്കാം.